വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിലെ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള തിരുവില്ലാമല, കൊണ്ടാഴി, മായന്നൂർ, കുത്താമ്പള്ളി മേഖലയിൽ കാട്ടുപന്നികളെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കൊന്ന് ഇറച്ചിയാക്കി തൃശൂർ, പാലക്കാട് ജില്ലയിൽ വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ടിരുന്ന ക്രിമിനൽ സംഘങ്ങളെ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി അശോക് രാജന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തു. പിടിയിലായ തിരുവില്ലാമല കുണ്ടുകാട് കോളനി ഭാഗത്ത് താമസക്കാരനായ കോലത്തുപറമ്പിൽ മൊയ്തീൻ കുട്ടി മകൻ അബു താഹിർ 42 വയസ്സ്, പാലക്കാട് ജില്ലയിൽ മണ്ണൂർ വില്ലേജിൽ മങ്കര ഭാഗത്ത് വാരിയത്ത് പറമ്പിൽ വീട്ടിൽ കൃഷ്ണൻ മകൻ രാജേഷ് 39 വയസ്സ് എന്നിവർ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദീർഘകാലമായി ഒളിവിലായിരുന്ന ഇരുവരെയും അടുത്തടുത്ത ദിവസങ്ങളിലാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പിടിയിലായ അബു താഹിർ തിരുവില്ലാമല ഭാഗത്ത് മീൻ സ്റ്റാൾ പ്രവർത്തിപ്പിച്ചു വരികയായിരുന്നു. ഇതിന്റെ മറവിലായിരുന്നു അനധികൃത കാട്ടുപന്നിയിറച്ചി വ്യാപാരം നടത്തി വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3ഓളം വാഹനങ്ങളും ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായ പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി കുന്നംകുളം മേഖലയിലെ ചില പ്രമുഖ വ്യക്തികളും ക്വാറി ഉടമകളും നിരീക്ഷണത്തിലാണ്. പഴയന്നൂർ, ചേലക്കര, കൊണ്ടാഴി, പാഞ്ഞാൾ ഉൾപ്പെട്ട തൃശൂർ ജില്ലയും വടക്കൻ മേഖല കേന്ദ്രീകരിച്ച് വൻതോതിലാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കാട്ടുപന്നി വേട്ട നടന്നുവരുന്നത്. പാലക്കാട് ജില്ലയിലെ ചില കൊട്ടേഷൻ ടീമുകളും ഇതിൽ ചുക്കാൻ പിടിച്ചു വരുന്നതായി വിവരമുണ്ട്. അടുത്ത കാലത്ത് സ്കൂൾ ബസ് പന്നിപ്പടക്കത്തിൽ കയറി ഉണ്ടായ അപകടം, പഴയന്നൂർ സ്കൂൾ വളപ്പിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച അവസ്ഥ, വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ പ്രവർത്തനം മൂലമാണ്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു ആന്ധ്ര സ്വദേശിയെ, റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറുമടങ്ങുന്ന ഏതാനും പ്രതികളെ നാളുകൾക്ക് മുൻപ് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറും സംഘവും പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. സംഘത്തിൽ റേഞ്ച് ഓഫീസറെ കൂടാതെ സ്പെഷ്യൽ ഫോറസ്റ്റ് ഓഫീസർമാരായ സജു സിയൻ, മണികണ്ഠൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ദിനേശൻ, പ്രവീൺ, അമൃത, സുനിത, അവിനാശ്, നിക്സൺ എന്നിവരും ഡ്രൈവർമാരായ ടി എൻ ഷാജു, ശശികുമാർ എന്നിവരും ഉണ്ടായിരുന്നു.